എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നമസ്കാരം. ഹായ്. ഡാർവിനിലെ ട്രിപ്പ് കൊടുക്കണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു നല്ലൊരു കേരള തമിഴ്നാട് കർണാടക. അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് അതുപോലെ തന്നെ ഒരു പാർട്ട് 2 നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അതായത് നല്ല നാടിൻ്റെ മണമുള്ള ഒരു വീഡിയോ, മണ്ണിന്റെ മണമുള്ള വീഡിയോ. അതെ. അപ്പോൾ ആ ടീം സെയിം അങ്ങനെ നമ്മുടെ ചങ്ക് മനോജ്, നമ്മുടെ വഴിപ്പടി മനോജ്, അടിപൊളി മിമിക്രിക്കാരൻ, നമ്മുടെ സിനിമാ നടൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴി കൂടുതൽ കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. പിന്നെ നമ്മുടെ സുനിൽ, നമ്മുടെ ചങ്ക് സുനിൽ, നമ്മുടെ വണ്ടി ഓടിക്കുന്നു. സാരഥി വർഷകാലം തൊട്ട് നമ്മളെല്ലാം ഫ്രണ്ട്സാണ്. പിന്നെ ഒരു ചങ്ക കൂടെ ഉണ്ട്, അതായത് നമ്മുടെ അനൂപ്. അദ്ദേഹത്തിൻ്റെ വീട് വണ്ടൂർ, നമ്മുടെ ഇവിടെ മലപ്പുറം ജില്ലയാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ ജോയിൻ ചെയ്യുന്നത് പാലക്കാട് വെച്ചാണ്. കാരണം നമ്മൾ ആ പോകുന്ന പാലക്കാട് റോഡാണ് അല്ലേ? അതെ, പാലക്കാട് കൂടി പോകുമ്പോൾ അവനെ പുള്ളിയെ പിക്ക് ചെയ്ത് നമ്മളങ്ങോട്ട് പോകുന്നു. അപ്പം ഞങ്ങളെ ഒരു നാടിൻ്റെ മണമുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നേരെ ആലുവായി ചെല്ലണം. അവിടെ മനോജിൻ്റെ ഒരു നേർച്ചയുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ നമ്മൾ പാലക്കാട് എന്നിട്ട് കോയമ്പത്തൂർ കയറി ഏർക്കാട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പഠിച്ച കോളേജ്, അങ്ങനെ പഴയ നമ്മുടെ നൊസ്റ്റാൾജി ഉണ്ടല്ലോ, നമ്മൾ പഴയ ഒരു സ്ഥാപനങ്ങളിൽ കൂടെയൊക്കെ ചെല്ലുന്ന അങ്ങനെ ഒരു രീതിയാണ്. നമ്മൾ പഠിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മുടെ അങ്കിളിൻ്റെ അവിടുത്തെ ഫാമിലൊക്കെ പോയി അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ടില്ല, അത് കഴിഞ്ഞിട്ട് കൂടുതൽ തീരുമാനങ്ങൾ പോകുന്ന വഴിക്ക് ഉണ്ടാവുള്ളൂ. നമുക്കങ്ങനെ ഒരു പ്രത്യേക പ്ലാനിങ് ഒന്നുമില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ ചാച്ചൻ്റെ മമ്മിയുടെ കൂടായിരുന്നു. കഴിഞ്ഞ ദിവസമില്ല. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇവിടെ നമ്മൾ പോകാൻ നമുക്ക് എളുപ്പമുണ്ട്, ഫ്ലാറ്റിൽ നിന്ന് കോട്ടയത്ത് നിന്ന്. അപ്പോൾ ഞാനിവിടെ വന്നെന്നുള്ളേ ഉള്ളൂ. അപ്പം നമ്മുടെ റോഡ് ട്രിപ്പ് അവർ വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. നേരെ നമ്മുടെ KTK പാർട്ട് 2 ഇവിടെ ആരംഭിക്കുന്നു. അപ്പം നേരെ കോട്ടയം വഴി ആലുവ. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നത് നമ്മുടെ വീട്ടിലെ പഴയ വണ്ടി തന്നെയാണ്, നമ്മുടെ ഹോണ്ടയുടെ വണ്ടി തന്നെയാണ്. അവൻ കുഴപ്പമൊന്നും വരുത്തിയാലെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം നല്ല യാത്രയല്ലേ. അപ്പോൾ ചേട്ടാ ശരി എന്നല്ലേ, അപ്പോൾ കാണാവേ. ഓക്കെ താങ്ക് യു. അപ്പോൾ അത് ഞങ്ങൾ രാവിലെ കോട്ടയം പട്ടണത്തിൽ കൂടെ, നമ്മൾ സുന്ദരിയായ കോട്ടയത്തൂടെ അല്ലേ? സുന്ദരിയാണോ സുന്ദരനാണോ കോട്ടയം? സുന്ദരമായ അക്ഷരനഗരി, സുന്ദരിക്കും സുന്ദരനും എല്ലാം കൂടെ ചേർന്ന സുന്ദരമായ അക്ഷരനഗരി. അതെ, റബ്ബർ സിറ്റി. അതെ, കറക്റ്റ്, അങ്ങനെ പറയാം. പാലയും മീനച്ചിലും ചങ്ങനാശ്ശേരിയും എല്ലാം കൂടെ അടങ്ങുന്ന കോട്ടയം. അതെ, കാരണം വെച്ചാൽ അവിടെ ഒരു അമ്പലത്തിലൊരു ചെറിയൊരു നേർച്ചയുണ്ട്. അപ്പോൾ അവിടുത്തെ ഇന്ന് ആ ഒരു നോയമ്പ് തീരുന്ന ദിവസമാണ്. 41 ദിവസത്തെ നോയമ്പാണ് അത്. നമ്മുടെ ആലുവയ്ക്കടുത്ത് ദേശം എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ദിലീപേട്ടൻ്റെയൊക്കെ സ്ഥലമില്ലടാ, ദിലീപേട്ടൻ്റെയൊക്കെ ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. നല്ല ഫേമസ് ആണ് അത്. ഇന്ന് നോയമ്പ് തീരുന്ന ദിവസമാണ്. നേരെ പാലക്കാട്. പുതിയാവ് കഴിഞ്ഞ് നമ്മൾ ഒരു ഹോട്ടലാണ്, ശ്രീ അന്നപൂർണ്ണ വെജിറ്റേറിയൻ്റെ അവിടെ വന്ന് രാവിലെ ഒരു കാലി അടിക്കുകയാണ് അല്ലേ സല്ലേ? അങ്ങനെ സാധനം നീ കഴിക്കുന്ന സാധനം തന്നെ നമ്മുടെ രസമുള്ളതെന്ന് വെച്ചാൽ ഇത് മധുരമുള്ള ഒരു സാധനമാണ്. ഒരു സ്വീറ്റ് സംഭവമാണ്. നമ്മളിത് മധുരം കുറവാണെന്നുള്ള വിചാരിച്ചാണ് നമ്മളിത് വാങ്ങിച്ചത്. ഇത് നല്ല നിറച്ചും മധുരമാണ്. പക്ഷെ ഇതിന്റെ വെറൈറ്റി ഒരു പേരാ, ഒരു പലഹാരത്തിനും കേൾക്കാത്തൊരു പേരാ, ബാദുഷ. അത് അടിപൊളിയാട്ടോ. രാവിലെ വടയും ദോശയൊക്കെ ചെയ്യുന്നതാണൊക്കെ. ഓക്കെ, ബാദുഷ. ബായുടെ പേരെന്നാ? വാട്ട്സ് നെയിം? നദീം. ഓക്കെ. അത് അടിപൊളി ചായ. ചായ നല്ല ചായ അല്ലേ? ഇതാ സാധനം അടുത്ത കാണിച്ച സാധനം ഇതാണ് ബാദുഷ. അടിപൊളി ഒരു സംഭവം അല്ലേ? കുറച്ച് മധുരം ജിലേബിയും ലഡുവും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളതിലൊന്നും കഴിച്ചില്ല. ഇതിൻ്റെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ നാട്ടിലെ ഒരു നൊസ്റ്റാൾജി ചായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സാധനം അല്ലേ? ചായ ഇങ്ങനെ അടിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമാവർ അതിൻ്റെ പേരാണോ? സമാവർ എന്നാണ് എൻ്റെ പേര്.
അതായത് പണ്ട് കാലത്ത് ഇവിടെ അടുപ്പ് കൂട്ടിയിട്ട് ഇത് ഇങ്ങനെ ഫുൾ ടൈം കത്തിച്ചിട്ടിരിക്കും. ആൾക്കാർ വരുന്നു, ചൂടാകുന്നു. അടിപൊളി. എന്നാ വിട്ടാലോ പതുക്കെ. നമ്മൾ ചായ കുടിച്ചു. ഇനി നമ്മൾ നേരെ ആലുവാല ക്ഷേത്രത്തിലോട്ടല്ലേ? ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് ജയദേവൻ. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതാണ്. ഇദ്ദേഹം നല്ലൊരു ആങ്കറാണ്, അതിലുപരി നല്ലൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. ഉഗ്രന ഡബ്ബിങ് ഇമിറ്റേറ്റ് അനുകരണം പോയിട്ട് വന്നതിന് ശേഷം നമുക്കൊരു ചെറിയൊരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ കുറുക്കൻ സിനിമയിലെ ശ്രീനിവാസൻ ശ്രീനേട്ടനെ ഡബ് ചെയ്തത് ഞാനായിരുന്നു. അത് പുള്ളിക്കാരൻ തീരെ വയ്യാതിരുന്ന സമയത്ത് കുറുക്കൻ സിനിമ എന്ന് പറയുന്നത് അപ്പം പുള്ളിക്ക് ഡബ് ചെയ്യാൻ വരാൻ പറ്റാത്തൊരവസ്ഥയായി. ശബ്ദം കൂടെ അപ്പം ഞങ്ങളെന്നാ പോയി ഹനുമാൻ സ്വാമിയൊക്കെ കണ്ട് ഒന്ന് തൊഴുത്. നമുക്കൊരു 41 ദിവസത്തെ ഒരു വ്രതം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതൊന്നും ഒന്ന് വ്രതം വീട്ടാൻ വന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു ആചാരമുണ്ട്. കാരണം എന്താ വെച്ചാൽ തേങ്ങ കെട്ടുക എന്ന് പറയും. തേങ്ങ കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ 41 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു തേങ്ങ അവിടെ കൊടുത്തിട്ട് പോവുക. അത് തേങ്ങ കെട്ടുക എന്ന് പറയും. അത് കഴിഞ്ഞ് 41-ാം പൊക്കം നമ്മൾ വന്ന് നോയമ്പ് വീടി ആ തേങ്ങ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പോവുക. അതാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ. ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം. അപ്പോൾ ഇവിടെയാണ് ഇവർ ഈ നോയമ്പൊക്കെ വീടുന്നത്. അപ്പോൾ അവരങ്ങോട്ട് കയറി അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറൊക്കെ മോഹൻലാലിനെയും ശ്രീനിവാസനെയൊക്കെ അദ്ദേഹം ഡബ്ബൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നത് കേട്ടിട്ട് നമുക്ക് നേരെ പാലക്കാട്. നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ അടിപൊളിയായി. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്ക് ഫലം കൊണ്ടായി, എല്ലാം വൃത്തിയായി. ചിലപ്പോൾ നമ്മുടെ ജയദേവൻ്റെതായിട്ടുള്ള ചെറിയൊരു പെർഫോമൻസ് ആണ്. അപ്പം ജയദേവൻ 2-3 സ്റ്റാർ. അല്ല, ഒരു കാര്യം ചെയ്യാം. നമ്മൾ സാധാരണ ലാലേട്ടൻ്റെ പല തലത്തിലുള്ള വോയിസ് കേട്ടിട്ടുണ്ടല്ലോ. വേദി നമ്മൾ സാധാരണ സംസാരിക്കുന്ന ലാലേട്ടൻ, ഇപ്പം മനോജ് ലാലേട്ടനോട് ഇന്റർവ്യൂ ചോദിക്കുകയാണ്. അപ്പം നമുക്ക് ഏതൊരു വിഷയം ഇപ്പം നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പം ലാലേട്ടനോട് ചോദിക്കാം. ലാലേട്ടൻ ഇപ്പം നമ്മുടെ ഈ അമ്പലത്തിൽ വന്നൊരു വൈബില്ലേ, അപ്പം ലാലേട്ടന് ഇതിനെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത്? മോനെ, അമ്പലം എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അമ്പലത്തിൽ വരിക, തൊഴുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അപ്പോൾ അത് സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആഞ്ജനേയ സ്വാമി എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുള്ള വലിയൊരു കാര്യമാണ്. എത്തുക എന്ന് പറഞ്ഞാണ് അല്ലേ? അങ്ങനെ സംഭവിക്കുകയാണ്. സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്ലേ, നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? മനോജിന് നല്ലത് വരണം, നമ്മുടെ അച്ഛനും നല്ലത് വരണം. അപ്പോൾ എല്ലാ യാത്രയും നന്നാവുക എന്നുള്ളതാണ് നമ്മുടെ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുക, ഇതൊക്കെ സംഭവിക്കുക. പിന്നെ നമ്മളല്ലേ, അതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ. മോൻ ഇവിടെ എത്താന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നതാണ്, അത് സംഭവിക്കുന്നതാണ്. അപ്പൊ വേറൊരു പ്രത്യേകത പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കുറുക്കൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന് വയ്യാതെ ചെയ്യുന്നുണ്ട്. പുള്ളിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത് കാണിക്കാം. നമുക്കിപ്പം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്. അതെ, ശ്രീനേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴത്തെ വോയിസ് അല്ല, അദ്ദേഹത്തിന് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഗോളാന്തര വാർത്ത എന്ന സിനിമയിൽ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നല്ല ഭാവം ചമഞ്ഞെടുക്കുന്ന രമേശൻ നായർക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. സത്യമായിട്ട് ഞാനിടെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ് കൂട്ടുകാരെ. അത് ഒരു കാലഘട്ടത്തിൽ. അതെ. പിന്നെ നമ്മുടെ ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നില്ലേ, ആരാധകർ തെണ്ടികൾ അവന്മാരോട് പോകാൻ പറയൂ, പൊക്കോളാൻ പറയൂ. അത് വേറൊരു ശൈലിയാണ്. ഓരോ കഥാപാത്രത്തിനും നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സീനിയറിന് ഒരുപാട് ടോണില് ചെയ്തിട്ടുണ്ട്. വേറെ നമുക്കിപ്പം അത്യാവശ്യം നമുക്ക് ഇത് യാത്ര എന്ന് പറയുന്നത് നല്ല യാത്രയാവണം, നന്മ ചെയ്യുന്ന യാത്രയാണ്. അച്ഛനുമായിട്ട് നിങ്ങളെല്ലാം എൻജോയ്മെന്റ് എല്ലാവരും നല്ല റൈറ്റായിട്ട്, റാങ് ആവരുതെന്നാണ് പ്രത്യേകം പറയുന്നത്. റൈറ്റായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ദിവസം മനോജ് ഭായ് നമ്മളെ ലോകം കീഴടക്കാൻ പോകുന്നു. നമ്മളെ ലോകത്ത് എല്ലാവരും റൈറ്റ്. ഞാൻ നന്മ ചെയ്യുന്ന ആളാണ്, നീ നന്മ ചെയ്യുന്ന ആളാണ്, അച്ഛൻ നന്മ ചെയ്യുന്ന ആളാണ്, എല്ലാവരും നന്മ ചെയ്യുന്ന ആളാണ്. അപ്പം നന്മ സംഭവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്നെയും പലരും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു റിപ്പോർട്ടിൻ്റെയും ബേസിൽ അത്തരത്തിലുള്ള പിപ്പിടി വിധിയൊന്നും നടക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. എന്തായാലും ഈ യാത്രക്ക്
എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു നല്ല യാത്രയാണ്. ഏറ്റവും മിറാക്കിൾ സംഭവിക്കട്ടെ, അനുഭവങ്ങൾ സംഭവിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങള് നമ്മുടെ ജയദേവ് കല്ലൂരിന്റെ മിമിക്രിയെ കണ്ട് നമ്മൾ പതുക്കെ ചാലിക്കുടിയെ കഴിഞ്ഞ് നമ്മുടെ തൃശ്ശൂരിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടേക്ക് പോവാണ്. നമ്മുടെ സുഹൃത്ത് നമ്മുടെ അനൂപ് ചന്ദ്രൻ, അദ്ദേഹം എൻ്റെ കഴിഞ്ഞ നമ്മുടെ KTK റോഡ് ട്രിപ്പിലൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ഒരു അസാധ്യ എഡിറ്റിങ്ങുകാരനും എല്ലാ സംഭവമാണ്. അദ്ദേഹം പരിചയപ്പെട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് അദ്ദേഹത്തെ അവിടെ ചെന്ന് അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരാളെ വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ സുനിലും പോസ്റ്റാക്കിന് അതിലുണ്ട്. അപ്പോൾ സുനിൽ വണ്ടി മന്നം ഓടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ പിച്ച് ട്രാഫിക് രാവിലെ 10 മണി ട്രാഫിക് ചെറുതായിട്ട് തുടങ്ങി. അവിടെ ബേവറേജ് ഭയങ്കര ക്യൂ, ഭയങ്കര ട്രാഫിക്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ പിടിയിട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ തൃശ്ശൂർ കടന്ന് പാലക്കാട്ടേക്ക്. അവിടെ ഞാൻ പഠിച്ച കോളേജുണ്ട്, സുലൂര്, RVS കോളേജ് സുലൂർ, രത്നവേലു സുബ്രഹ്മണ്യം, ഒരുമാതിരിപ്പെട്ട മലയാളികളൊക്കെ അവിടെ പഠിച്ചാണ്. കോയമ്പത്തൂർ ഇഷ്ടംപോലെ കോളേജുണ്ട്. അപ്പം നമ്മൾ അവിടെല്ലാം ഒന്ന് പോകണം, അവിടെ ജസ്റ്റ് ഒന്ന് കാണണം, ഒരു പഴയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. കാരണം ഈ റൂട്ടൊക്കെ ഇനി എന്നാ വരുന്നത് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ പാലക്കാട്, കേരളത്തിൻ്റെ നെല്ലറ അല്ലേ? അല്ല, കുട്ടനാടാണ് പാലക്കാടാണോ നെല്ലറ? പാലക്കാട് അല്ലേ? നേരത്തെ കുട്ടനാടായിരുന്നു, ഇപ്പം പാലക്കാടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അങ്ങനെ ഞങ്ങളിത് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ബോർഡർ കഴിഞ്ഞു തോന്നുന്നല്ലേ? പാലക്കാട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് അല്ലേ? വലിയ മലനിരകളും തെങ്ങും. കുതിരാൻ തുരങ്കത്തിലോട്ട് 3.3 കിലോമീറ്റർ എന്നാണ് മാനേജ് പറഞ്ഞത്. അങ്ങോട്ടും ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ? കുറഞ്ഞോളൂ അല്ലേ? അപ്പോൾ നമ്മൾ തുരങ്കത്തിലോട്ട് കയറുകയാണ്. ഞാൻ ഈ റൂട്ട് ബസ്സിനും കാറിനും വന്നിട്ട് വർഷങ്ങളായി. അതായത് ഞങ്ങൾ 2002 MBA അവിടെ പഠിച്ചു വന്നപ്പോഴത്തേക്കാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം 10-20 വർഷത്തിന് മേളിലായി ഞാൻ ഈ റൂട്ട് വന്നിട്ട്. ഇതൊക്കെ മാറിപ്പോയി. പണ്ട് കാലത്ത് ബസ് ഇതുവഴി അലഞ്ഞ് തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ റൂട്ട് മാറി. ഇതുണ്ടല്ലേ നല്ല തെങ്ങ്. അത് പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു 1.5 വൈബ് അല്ലേ? നല്ല പൊളിയല്ലേ സംഭവം? നോക്കി എന്നാ രസമാണ് കാണാൻ, നല്ല രസം. കെട്ടിടങ്ങളെല്ലാം മാറി നമുക്കൊരു മനസ്സിൻ്റെ കുളിർമയെന്നൊക്കെ നമ്മൾ അവിടെ പറയും. ഗ്രാമീണ അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത് ഓണക്കുള്ള ഒരു യാത്രയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ലോറി വരുന്നതും ഇതുപോലെ അത് തന്നെയല്ല. നമ്മുടെ റോഡൊക്കെ നല്ല ക്ലിയർ, നല്ല നീറ്റ് ഹൈവേ. 3 ഇങ്ങോട്ട് 3 അങ്ങോട്ട് 3. ഏകദേശം നമ്മുടെ വിദേശ രാജ്യങ്ങൾ കിടപിട്ടിക്കുന്ന റോഡുകൾ വരെ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലേ? നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ, ഡിഫറൻസ് നമുക്ക് കിട്ടും. ഇതാണ് ആ തുരങ്കം അല്ലേ? ഇതാണ് ആ കുതിരാൻ തുരങ്കം. ഇതിൻ്റെ പേരിന് ഏത് തുരങ്കം? കുതിരാൻ തുരങ്കം. നല്ലൊരു കവാടമൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ഒരു അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ രസം. അത് ഉണക്കല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട് ആണല്ലേ? സ്റ്റൈല്. ഈ തുരങ്കത്തിൽ കയറിയിട്ടില്ലേ? ഇവരിപ്പോൾ ഇടയ്ക്കൊക്കെ വരുന്നതുകൊണ്ട് ഇവർ കയറും. പക്ഷെ നമ്മൾ കയറാറില്ല. നമ്മുടെ ഈ മെൽബണിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലൊക്കെ വലിയൊരു തുരങ്കമാണ്. നമുക്കിവിടെ വണ്ടി നിർത്താനോ ഒന്നും പാടില്ല. ഇല്ല നോൺ സ്റ്റോപ്പാണ് അല്ലേ? അത് 40 മൈലിൽ നിന്ന് പോകാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തുരങ്കത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. അടിപൊളി. കണ്ടാൽ കാണട്ടെ, ചെറുകാലാടും നോക്കട്ടെ, മിനുങ്ങളിൽ കനിവോടുന്നു നിങ്ങളെ പോസ്റ്റാക്കി. സോറി കേട്ടോ. അപ്പൊ നമ്മുടെ മരം എന്ന് പറഞ്ഞാൽ പോസ്റ്റല്ലാക്കിയത് മരമാക്കി. അതെ. അപ്പൊ നമ്മുടെ അനു വന്നിട്ടുണ്ട്. അതെ, നമ്മളെ പഴയ ടീം വീണ്ടും ഒന്നിച്ചു. ആരും വ്യത്യാസമില്ല, എല്ലാരും ഒന്നിച്ചു. അങ്ങോട്ട് കയറി വെക്കുക. നമ്മുടെ പഴയ റഹ്മാൻ, ഓൾഡ് റഹ്മാൻ അല്ലേ? പഴയ റഹ്മാന്റെ ഒരു ചായ ഉള്ളതാണ് അനൂപ്. ആരോ പറഞ്ഞു അനൂപ് പഴയ റഹ്മാന്റെ ഒരു ചായ ഉണ്ടെന്ന്. ഇവിടെ കണ്ടോ അനൂപ്? എല്ലാം ഓക്കെ അല്ലേ? ഇനിയിപ്പോ നമ്മുടെ ചാർട്ട് തിരിക്കുന്ന അനൂപാണ്. നല്ല വെയിലാട്ടോ. ചീത്തയെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടല്ലേ? നമുക്ക് അങ്ങോട്ടാണ്, കൊല്ലങ്കോട് അല്ലേ? റോഡ് അറിയാൻ മേലെ. നമുക്ക് പ്ലാനിങ് ഉണ്ടായി പോയി. നമുക്ക് നമ്മുടെ നേരെ എവിടെ ഭക്ഷണം കഴിക്കണം. അവിടെ കണ്ടോ ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുമല്ലോ. ഫുഡ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അത് നമുക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാം. ഓക്കെ ഇല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ നേരെ കൊല്ലങ്കോട് അല്ലേ? ഓക്കെ. അടിപൊളി. അപ്പൊ അനുവെ
എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എത്ര നാളെ കണ്ടു? നമ്മൾ 1.5 വർഷം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ KTK പാർട്ട് 1. അതെ, KTK പാർട്ട് 1 നമ്മൾ ഒരുമിച്ച് കൂടി. 1.5 വർഷം കഴിഞ്ഞില്ലേ? 1.5 വർഷം കഴിഞ്ഞു. ജനുവരിയിലാണ് പോയത് അല്ലേ? അന്ന് നമ്മൾ പറഞ്ഞു വീണ്ടും ഒന്നുകൂടാൻ വരാം. നമുക്ക് ഇതേപോലെ ടീം തന്നെ ഓസ്ട്രേലിയയിലും ഉണ്ട്. അവിടെ അടിപൊളിയാകും. അവിടെ ഇവിടുത്തെ അതേ ടീം തന്നെ അവിടെ. ആർക്കും ജാടയില്ലാത്ത എല്ലാവരും ഒരേപോലുള്ള ഒരേ മനസ്സോടെ. അപ്പൊ അനൂപിനെ എല്ലാവർക്കും അറിയാം. മനോജിനെ ആർക്കും അറിയില്ല. നമ്മുടെ സുനില് നമ്മുടെ വണ്ടി ഓടിക്കുന്ന സ്വന്തം ചങ്കാണ്. പുള്ളി പണ്ട് കാലത്ത് 10-20 കൊല്ലം എന്നോട് കൂടിയിട്ട് പുള്ളി അല്ലേ ഈ പ്രായമൊന്നുമില്ല. പുള്ളിക്ക് അത്ര പ്രായമൊന്നുമില്ല തോന്നുമെങ്കിലും പുള്ളി എന്നോട് കൂടിയിട്ട് 10-20 കൊല്ലമായി. വീടിന്റെ സ്വന്തം ആളാണ്. അത് നമ്മുടെ സുനില്. പിന്നെ നമ്മുടെ മനോജ് വഴിപ്പടി, നമ്മുടെ സ്വന്തം ചങ്ക്, പണ്ടുകാലത്ത് ഒന്നിച്ച് പഠിക്കുന്ന ആളാണ്. അതാണ് ഞങ്ങൾ അതെ ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല അല്ലേ. അത് ഓർമ്മകൾക്ക് എപ്പോഴും, ഓർമ്മകൾക്കെന്നും സുഗന്ധം എന്നൊരു പാട്ടുണ്ട്. പെട്ടെന്ന് ഒരു സെന്റൻസ് പാടിക്കേ. ഓർമ്മകൾക്ക് അതെ സുഗന്ധം എന്നാത്മാവിൻ നഷ്ട സുഗന്ധം, ഓർമ്മകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ. അതാണ് ഓർമ്മകൾക്കെന്നും സുഗന്ധമാണ്. കാരണം ഇതാണ് നമ്മുടെ അടുത്ത ഞങ്ങൾക്ക് അനൂപ്. അനൂപിനെ പറ്റി പറയുമ്പോൾ അനൂപ് ഇൻസ്റ്റഗ്രാമിലെ ഒരു പുലിയാണ്. അനൂപിന്റെ വീഡിയോ ഒക്കെ എല്ലാം പുപ്പുലി അതായത് ഇൻസ്റ്റഗ്രാമിന്റെ അനൂപിന്റെ ഇതേതാ അനൂപ് ചാനൽ അത് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ കൊടുത്തേക്കാം. അനുവിനെ ആർക്കൊക്കെ അറിയാം. ഇല്ലെങ്കിൽ ആരെങ്കിലും അറിയാത്തവനാണെങ്കിൽ കയറി ഫോളോ ചെയ്യാം. നമ്മുടെ തനി നാടൻ അല്ലേ, അതായത് അങ്ങനത്തെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നത്. പിന്നെ അനൂപ് സാറാണ് എൻ്റെ തമ്പനയിലെ ഇതൊക്കെ സെറ്റ് ചെയ്ത്, നമ്മുടെ ഇൻട്രോ ഇതൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അനൂപ് സാറാണ്. അപ്പൊ ഞങ്ങള് 4 പേര് പഴയ ടീം തന്നെയാണ്. KTK പാർട്ട് 2. അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് അനൂപ് സാർ കൊല്ലങ്കോട് ചെറിയ ഗ്രാമക്കാഴ്ചകൾ കാണിക്കാൻ നമ്മൾ പോവാം. കൊല്ലംകോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി തോരാമൂഞ്ഞിപ്പാട്ടും പാടി വായോ ഈ വഴി. നേരെ കൊല്ലംകോട്. ഇതാ കൊല്ലംകോടല്ല കേട്ടോ, ഇത് ട്രിവാൻഡ്രത്തുള്ള കൊല്ലംകോടത്തെ പാട്ടാണ്. അല്ല എന്തായാലും കൊല്ലംകോടല്ലേ, നമുക്ക് കൊല്ലംകോടെന്ന് വാക്ക് കിട്ടിയാൽ മതി, പാട്ട് പാടുക എന്നുള്ള. ഞങ്ങള് എവിടെ അനുസരണം പോന്നെ? കൊല്ലങ്കോട്. നമ്മുടെ കൊല്ലങ്കോട് വന്നു. ഞങ്ങള് അയ്യപ്പേട്ടന്റെ ചായക്കട, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. ഹൃദയം എന്ന സിനിമ ഭയങ്കര ഫേമസ് ആണ്. നല്ല ഫുഡാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിരക്കാണോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. അതായത് ഞങ്ങൾ അവിടെ ചെന്ന് ആ പാടം നമ്മുടെ കുടലെല്ലാം കരിഞ്ഞ് മണം വന്ന് തുടങ്ങി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇനിയിപ്പോൾ നമ്മുടെ കൊല്ലങ്കോട്. അതായത് നമ്മുടെ ഈ പാലക്കാടിന് കോയമ്പത്തൂർ റൂട്ട് പോകുമ്പം പണ്ടൊക്കെ ഇതുവഴി ഇറങ്ങാൻ ബോട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഇങ്ങനൊരു സ്ഥലത്തെ പറ്റി കൂടുതൽ അറിയാൻ മേല. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം നമ്മുടെ മനസ്സിൽ പണ്ട് ഇങ്ങനെ കൊല്ലങ്കോടിനെ കുറിച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി എല്ലാവരും ഒന്ന് നമുക്ക് ജീവിതത്തിൽ കണ്ടിരിക്കാൻ കുറേ സ്ഥലങ്ങളാണ്, നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് കേട്ട് നമുക്ക് പോകാം. അതിനു മുമ്പേ അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കടയിലെ അപ്പോൾ ഞങ്ങളിത് അയ്യപ്പൻ ചേട്ടൻ്റെ കടയിൽ വന്ന്, അയ്യപ്പൻ ചേട്ടൻ്റെ ഹോട്ടൽ വളരെ ഫേമസ് ആണ്. നേരത്തെ അവിടെ ചെറുതായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഇവിടെ വന്ന് അത് ഇച്ചിരി പുതുക്കി പണം എത്തി നിൽക്കുകയാണ്. നല്ല മനോഹരമായ ഒരു സ്ഥലം ആലൂട്ടി അല്ലേ. നല്ല തിരക്കാട്ടോ. നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, ഇപ്പം ഒരു 2-3 പേരുടെ എഴുന്നേറ്റ് നമ്മളുടെ ചോറ് അല്ലേ, നല്ല ഗുണമാണ് കേട്ടോ. നല്ല നമ്മൾ ഈ കൊല്ലങ്കോട് വന്നിട്ട് അടിപൊളി സൂപ്പർ. ഇത് അനൂപിന്റെ ആണ്, വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്യാൻ ഞാൻ. ഈ മീൻ എന്താണ് പറയുന്നത്? സിലോപ്പിയ. ഊണം കണ്ടായിരുന്നാ? നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ? നല്ല ഊണ്, അതിന്റെ മീൻപുറത്ത് അടിപൊളി, ബീഫിന്റെ കറി നല്ലതായിരുന്നല്ലേ. ഒരു പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂളവശത്തെ അല്ലേ ഇപ്പം ഇച്ചിരി സ്ഥലം മാറ്റി ആ പഴയ നൊസ്റ്റാൾജി പോയിട്ടുണ്ട് ചെറിയ തോതിലല്ലേ. നേരത്തെ അതിനകത്തെങ്ങാണ്ടായിരുന്നു ആ മലയുടെ അടിവാരത്തിരുന്ന് ഊണ് കഴിക്കുക എന്ന് പറയുന്ന ഒരു 1.5 പരിപാടിയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയാലോ? അടുത്ത സ്ഥലത്ത് പോകാം. ഓക്കെ. ആ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വന്നത് എന്ത് മനോഹരമെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഈ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ കുടിലിടം എന്നാണ് ഇതിന് പറയുന്നത്. കുടിലിടം കണ്ടില്ലേ. ഇപ്പോൾ ഈ ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ വരും. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ നല്ല വെള്ളം, സത്യം പറഞ്ഞാൽ വെള്ളം ഒലിച്ചതിന് പാടാണ്. നല്ല മഴയുള്ള സമയത്ത്, നല്ല കോടയൊക്കെ ഉള്ള സമയത്ത് അതിമനോഹരമാണ്.
ഭയങ്കര ബ്യൂട്ടി എന്ന് പറയുന്നത് ഒന്നൊന്നര ബ്യൂട്ടിയാണ്. കണ്ടില്ലേ, കൊല്ലങ്കോടാണിത്, കൊല്ലങ്കോട്. നല്ല രസമുണ്ട് അവിടെ. അതുവഴി അവിടെ നമുക്ക് കയറി നമുക്ക് ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാം. നമ്മളെ അപ്പോൾ ഇവിടുന്ന് ഈ കാഴ്ചകൾ കാണുന്നില്ല, അങ്ങോട്ട് കയറുന്നില്ല. സമയത്തിൻ്റെ ഒരു ആധിക്യം പോലും നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. പക്ഷേ എന്താണെങ്കിലും ഉള്ള നല്ല നെൽവയലുകൾ കൊയ്യാറായിട്ടില്ല, ഇപ്പം കതിരുവായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എന്താ ബ്യൂട്ടി എന്ന് പറയുക, ഭയങ്കര മനോഹരം, അതിമനോഹരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കുടിലിടം, കൊല്ലങ്കോട് കുടിലിടം, അതെ കുടിലിടം, അത് തന്നെ. ഭയങ്കര തെങ്ങും പനയും എന്തു വേണ്ട എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് ഒരൊന്നൊന്നര ഭംഗിയല്ലേ, ഭംഗി അല്ലെങ്കിൽ നാളെ ആൾക്കാരെ തെറി വിളിക്കും ഭംഗി എന്ന് പറയാമെന്ന് പറഞ്ഞു. ഭരണിയുടെ ഭയങ്കര മനോഹരം എന്ന് പറഞ്ഞാൽ പൊളി വൈബ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ ഞാനും അനുവും തമ്മിലൊരു മത്സരം വെച്ചേക്കാണ്. ഞാൻ പറയുന്നത് വെള്ളച്ചാട്ടം ആയിരുന്നു, പക്ഷെ അത് വെള്ളച്ചാട്ടമായി വരുന്നുണ്ട്. ഞാൻ ഓർത്ത് പാടായിരിക്കും, ഈ വെള്ളം വീണേൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളെന്നാണ് ഓർത്തത്. അവിടെ ബ്യൂട്ടി സ്ഥലം ഏകദേശം ഇവിടെ അടുത്ത് വാഴത്തോപ്പുകളും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഈ അവധി ആയതുകൊണ്ട് നല്ല തിരക്കാണ്, കണ്ടല്ലേ. ഇവിടെ വണ്ടിയൊക്കെ പോകാനായിട്ട് ചെറിയ വഴിയാണ്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പറഞ്ഞു അല്ലേ, എങ്കിലേ ആ വൈബ്. അതെ കാണാം. ഇത് കണ്ടില്ല, ഇത് മാത്രം വണ്ടിയാണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വണ്ടികൾ ഉണ്ടാകാറില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ സംഭവം സൂപ്പറാണ് കണ്ടല്ലേ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഈ രാവിലെ വരികയാണെങ്കിൽ നല്ല വൈബായിരിക്കും അല്ലേ. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഇവിടെ കണ്ടിട്ട് വരുന്നതല്ലേ. ഓ അതെ, ഭയങ്കര വണ്ടി ഒഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ടി ഒഴുക്കുണ്ടല്ലോ. ഓ ഒന്നൊന്നര വഴിയാട്ടോ മനോജെ, കണ്ടോ പൊളിയാടി. അപ്പോൾ ഇത്ര നേരം നമ്മൾ വന്നില്ലേ, വന്നതങ്ങ് മാറി കിട്ടിയതാ. ഇത്ര കുണ്ടും കുഴിയുമായിട്ട് ചാടി വന്നത് ആ വൈബ് ഇവിടുന്ന് അങ്ങ് മാറി. ഇത് കണ്ടപ്പോൾ ഈ മനോഹരമായ ദൃശ്യം കണ്ടപ്പോൾ നമുക്ക് അതങ്ങ് മാറി. കണ്ടല്ലേ, സൂപ്പർ അടിപൊളി, ഒന്നും പറയാനില്ല. തെങ്ങും പനയും കവുങ്ങില്ല, പന തെങ്ങും എല്ലാം നല്ല പൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വൈബാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് അല്ലേ അനുവേ, സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാം. പിന്നെ ഇതിപ്പോൾ ഒരു കൊമേഴ്ഷ്യലായിട്ട് അങ്ങ് മാറി അല്ലേ. ആ പഴയ ഗ്രാമഭംഗി അനുവൊക്കെ പണ്ട് കാലത്ത് ഇവിടെ വന്നിട്ടുള്ളതാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അവിടെ കുറേ ഈ പൂവൊക്കെ വെച്ച് അല്ലേ അവർ വേറൊരു സെറ്റപ്പാക്കി മാറ്റിയവർ. ഭയങ്കര തിരക്കായി. മുകളിൽ വെള്ളച്ചാട്ടമുണ്ട്, സീതാർകുണ്ട് വെള്ളച്ചാട്ടം അല്ലേ. ഭയങ്കര തിരക്ക്. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നില്ല, അങ്ങോട്ട് പോകാൻ ഇത് ഭയങ്കര ബ്ലോക്ക്. അത് കാരണം ഒരു രക്ഷയില്ല. ഇപ്പം കുഞ്ഞു ചെറിയ കടകളും എല്ലാം ഈ സൈഡിലുണ്ട് അല്ലേ. പിന്നെ ആ ഗ്രാമാന്തരീക്ഷം അങ്ങ് മാറി, ഇത്രയും വണ്ടിയെല്ലാം വന്ന് ട്രാഫിക്കും അല്ലേ. പക്ഷേ ഇതുവഴി രാവിലെ വന്നൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കാണാനായിട്ട്. കണ്ടത് ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഏതാണ്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നില്ല, അത് അടിപൊളി അല്ലേ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതെ, ചെറിയ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ കച്ചവടങ്ങൾ, ഒരു നേരത്തേക്കുള്ള ചെറിയ സംഭവങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും. കണ്ടില്ലേ, ഈ ഉപ്പിലിട്ട സാധനങ്ങളെ ആ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. കണ്ടോ, പൊളി. ഇവിടെ എന്തൊക്കെ അടുത്ത കടകളൊക്കെ ഉണ്ടാക്കുക. അത് നെൽപ്പാടത്തിൻ്റെ നടുക്കായതുകൊണ്ടാണ് ഇത്രയും ഒരു ബ്യൂട്ടി. ഏതാണ്ട് ഒരു അപ്പച്ച പോകുന്നു, വൈകിട്ട് രണ്ടെണ്ണം അടിക്കാനുള്ള പുറപ്പാടാ പുള്ളി. കണ്ടോ, പോത്തല്ല എരുമയല്ലേ, പോത്തും എരുമയുണ്ട്. ഇത് പോത്തുണ്ട്, എരുമയുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഓസ്ട്രേലിയയിലുണ്ട് വാട്ടർ ബഫല്ലോ എന്ന് പറയുന്നത്. തേണ്ടിട്ട് നിൽക്കും കുറേ പോത്തുകൾ പെട്ടെന്ന് കണ്ടത്. അവനൊരു വെട്ട് തന്നാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തേണ്ട നിൽക്കുന്നു 2-3 അമ്മമാർ തേണ്ട നിൽക്കുന്നത്. പോത്ത് ആ തോട്ടിനകത്തുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വാട്ടർ ബഫല്ലോ പോകണം, കയറി വരും അമ്മ. റോഡിൽ കണ്ട കാഴ്ച നല്ല തെങ്ങും അല്ലേ, തെങ്ങും തോപ്പും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളുണ്ട് ഈ സൈഡ്. നല്ല രസമാണ് വണ്ടി ഓടിച്ച് പോകാൻ, വലിയ തിരക്കുമില്ല. നല്ല തെങ്ങ്, അതിൻ്റെ ഇടയ്ക്കൊക്കെ കുഞ്ഞു ചെറിയ ഷാപ്പുകൾ. ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ നമ്മുടെ ആ സ്ഥലമൊക്കെ ആണ്, അടിപൊളി സ്ഥലമല്ല അനുവേ. ആ സ്ഥലത്തിൻ്റെ നല്ല വെയിലായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെ പോയ സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി.
ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. ചായക്കട ഉണ്ട്. പക്ഷേ അത് എന്നാ വെച്ചാൽ ഭയങ്കര തിരക്കായിട്ട് നമ്മൾ വണ്ടി അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇപ്പം നമ്മൾ ഏകദേശം കോയമ്പത്തൂരിന് ഒരു 10-25 കിലോമീറ്റർ ഇപ്പുറം വന്ന് നിൽക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഇത് വേലന്താവളം. പെട്രോളൊക്കെ അടിക്കാണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഒരു റൂമൊക്കെ ബുക്ക് ചെയ്യണം അല്ലേ. നമുക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല. നമ്മൾ ഇന്ന് കോയമ്പത്തൂരാണ് സ്റ്റേ. അപ്പം പോകുന്ന വഴി കൂടുതൽ കാഴ്ചകൾ. അപ്പം നേരെ കോയമ്പത്തൂർ അല്ലേ. വണ്ടി ഓടിച്ച് മടുത്താ കുഴപ്പമൊന്നുമില്ല അല്ലേ. മനോജ് നീ എവിടെ പോയാ? പേരയ്ക്ക നോക്കാൻ പോകാൻ എവിടെ പോയാടാ? പഴുത്ത പേരയ്ക്ക കിളി കൊത്തുന്നുണ്ടോ നോക്കാൻ പോയത്. ഓക്കെ, മനസ്സിലായി. അത് അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴേ മനസ്സിലായി. അല്ല, നമുക്ക് സ്ഥലത്തോടെ പോയാലോ? ഒരു ചായ കുടിക്കണ്ടേ? ഒരു ചായ കുടിച്ചിട്ട് വേണം നമുക്കൊന്ന് ഫ്രഷ് ആകാൻ. അതെ, നമ്മളപ്പോൾ തമിഴ്നാട് ബോർഡറിലോട്ട് അല്ലേ. വേലന്താവളം പാലം. ഇതിനപ്പുറം തമിഴ്നാട്, ഇപ്പുറം കേരളം അല്ലേ. ഇത് തമിഴ്നാട്, അത് കേരളം. അപ്പോൾ അതെ, നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ കയറി. കോയമ്പത്തൂരിന് ഏകദേശം 10-25 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് ഇനി നമ്മൾ നേരെ ഹൈവേയിൽ പിടിച്ചാൽ നേരെ കോയമ്പത്തൂർ. അതുകൊണ്ട് ഇവിടെ തമിഴ്നാട് ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് 27 പാലത്തിന് അക്കരെ ഇക്കരെ. എല്ലാ ബോർഡറും അങ്ങനെ അല്ല, ഒരു പാലത്തിന് അക്കരെ ഇക്കരെ ആയിരിക്കും മിക്ക ബോർഡറുകളും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറി. TN വണ്ടികൾ മാത്രമേ ഇനിയും കാണാൻ പറ്റുള്ളൂ.